പേരാവൂർ മണ്ഡലത്തിലെ വോട്ടറാണ് അല്ലേ? അതെ അതെ. അപ്പോ ഇവിടെ ടീച്ചർ വിജയ സാധ്യത എങ്ങനെയുണ്ടെന്ന് അറിയാനാ? ടീച്ചർ 100% വിജയിക്കും. ഇവിടെ വിജയിക്കും ഉറപ്പാണ്. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 15 വർഷമായിട്ട് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആയിരുന്നു. അദ്ദേഹം ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു വികസന പ്രവർത്തനം ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. പിന്നെ ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഈ കേരളത്തില്, ഈ ഇന്ത്യയില്, ഈ ലോകത്തിന് മാതൃകയായ ഒരു സ്ത്രീയാ. അതുപോലെ ശക്തിയായ ഒരു സ്ത്രീ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഈ ലോകത്തിന് തന്നെ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല. അത്രമാത്രം ശക്തിയായ ഒരു സ്ത്രീയാ. അവർക്ക് വോട്ട് ചെയ്യാന്നുള്ള നമ്മളെ പേരാവൂർ മണ്ഡലത്തിന്റെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്രമാത്രം പുണ്യം ചെയ്ത ആളുകളാണ് കേരളത്തിലെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പേരാവൂർ മണ്ഡലത്തിലെ വോട്ടർമാരെന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ അതിന് കാരണം ഇങ്ങനെ ഒരാള് മത്സര രംഗത്ത് വന്ന് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതിനിടക്ക് സണ്ണി ജോസഫ് ടീച്ചറെ കുറിച്ച് പറയുന്നത് കേട്ടു. അതായത് വടകരയിൽ തോറ്റപ്പോ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുത്തു, ഇവിടെ ജയിക്കുകയാണെങ്കിൽ, ഇവിടെ തോൽക്കുകയാണെങ്കിൽ, അതായത് പേരാവൂർ തോറ്റു കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുക്കും എന്ന രീതിയിൽ ഒരു പരിഹാസം. അതേക്കുറിച്ച് എന്താ പറയാറുണ്ട്? അതേക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ. അത് എന്താ പറയാ, അതിന് ജനങ്ങൾ മറുപടി പറയും. അതിന് വോട്ടിൽ കൂടി ജനങ്ങൾ മറുപടി പറയും.